ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ റെഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിൽ ഒരു റിംഗ് പ്ലേറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ 4 സൈഡിലും നമുക്കിതുപോലെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു വൃത്തികേടൊക്കെ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തെർമോക്കോളിൻ്റെ പീസസ് ആണ്. കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്ത അതേ ഏകദേശം സൈസിൽ തന്നെ ഈ തെർമോക്കോളും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരു 3 പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒരുമിച്ചിരിക്കാൻ വേണ്ടി സ്റ്റിക്ക് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ്മോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡിലേക്ക് എല്ലാ സൈഡിൽ നിന്നുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു ആക്രിലിക് കട്ടൗട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ടൗട്ട് വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് ബാക്കി പോർഷനിൽ മുഴുവൻ നമുക്ക് എന്തെങ്കിലും വെച്ച് കവർ ചെയ്തെടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ആ ഷീറ്റ് ഈ തെർമോക്കോളിൽ കറക്റ്റായിട്ട് ഇരിക്കണില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ മോട്ടോ സൂചിയിൽ ബീഡ്സ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആയതിനേക്കാളും എനിക്കിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. ഇനി ഈ ഫ്ലവേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കിൽ കുത്തി ആ തെർമോക്കോൾ കാണാത്ത രീതിയിൽ ഫുൾ അതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കാം. ഞാൻ വയ്ക്കാൻ നേരത്ത് എനിക്ക് ഫ്ലവേഴ്സ് തികഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഫുൾ പോർഷൻ കവർ ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലും പിന്നെ 2 സൈഡിലും എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഫില്ലായിരിക്കാൻ പാകത്തിനാണ് ഞാൻ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആക്രിലിക് കട്ടൗട്ട് വെച്ചപ്പോൾ അത് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ 2 സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. കഴിഞ്ഞിട്ടില്ല. ഇനിയും ആ തെർമോക്കോൾ കാണാത്ത രീതിയിൽ കട്ടൗട്ട് വെച്ചതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം കുറേ കൂടെ ഫ്ലവേഴ്സൊക്കെ വെച്ച് മൊത്തത്തിൽ ഒന്ന് മിനുക്ക് പണിയൊക്കെ ചെയ്ത് എടുക്കുക. എന്നിട്ട് റിങ് വെക്കാൻ 2 സ്പേസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ഫൈനലായിട്ടുള്ള ലുക്കിൻ്റെ ഒരൊറ്റ ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക് യു.